2022 ICC മെൻസ് 2020 ലോകകപ്പ് കിരീടം ഇംഗ്ലണ്ടിന്. ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നന്ദകുമാർ ചേരുന്നു. നന്ദൻ, എത്രത്തോളം ആവേശകരമായിരുന്നു മത്സരം? ഇംഗ്ലണ്ട് കിരീടം നേടിയിരിക്കുന്നു. വിവരങ്ങൾ. 2010 ഇതിനു മുമ്പ് ഇംഗ്ലണ്ട് ICC T20 വേൾഡ് കപ്പ് നേടിയത്. ഇത് രണ്ടാം കിരീടം ഇപ്പോൾ ഇംഗ്ലണ്ട് നേടിയിരിക്കുകയാണ്. എന്തായാലും മികച്ച ഒരു ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാകിസ്ഥാന്റെ കാര്യം, പാകിസ്ഥാന്റെ ബോളിംഗ് പ്രകടനം, അത്യുഗ്രൻ ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ ഓവറുകളിൽ ബട്ട്ലർ ഒക്കെ തന്നെ വലിയ തോതിൽ റൺസ് നേടാൻ ഇറങ്ങിയപ്പോൾ, റൺസിനായി തന്നെ ശ്രമിച്ചപ്പോൾ അത് ഒരു തരത്തിൽ 5 ഓവർ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ ബോളിംഗ് ഇംഗ്ലണ്ടിനെ പിടിച്ചു കെട്ടുകയായിരുന്നു. ഇംഗ്ലണ്ട് നല്ല സമ്മർദ്ദത്തിലായിരുന്നു മത്സരത്തിന്റെ അവസാന 16 ഓവറുകൾ വരെ. അതിനുശേഷമാണ് സ്റ്റോക്സിന്റെ ഒരു മിന്നും പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പതിയെ തന്നെയായിരുന്നു ഈ ഒരു ബാറ്റിംഗ് പ്രകടനം ഇംഗ്ലണ്ട് ആരംഭിച്ചത്. ആ ഒരു താളത്തിൽ പോകുമ്പോഴായിരുന്നു ഓരോ ഇടവേളകളിലും കൃത്യമായ ഒരു വിക്കറ്റുകൾ വീഴ്ത്തിയത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്റ്റോക്സിന്റെ ഒരു പ്രകടനം തന്നെയാണ്. ICC ടൂർണമെന്റുകളിൽ ബെൻ സ്റ്റോക്സ് നടത്തുന്ന ഒരു പ്രകടനം ഇംഗ്ലണ്ടിന് എപ്പോഴും കരുത്ത് പകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് നടന്ന ഏകദിന വേൾഡ് കപ്പിലായാലും അതോടൊപ്പം തന്നെ ICCയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലൊക്കെ തന്നെ ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിന്റെ കിരീടം ഉയർത്തിയിരുന്നു. അത് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വാലറ്റത്തു നിന്നും ഓരോ വിക്കറ്റുകൾ വീഴുന്ന ഒരു സമയത്തും ബെൻ സ്റ്റോക്സ് ഒരു വൻമതിലിനെ പോലെ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി നിന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു ഇംഗ്ലണ്ട് പുറത്തെടുക്കുകയും ചെയ്തത്. എന്തായാലും ഇംഗ്ലണ്ടിനായി മികച്ച രീതിയിൽ തന്നെയായിരുന്നു ആദ്യം മുതൽ തന്നെ ബട്ട്ലർ ബാറ്റ് ചെയ്ത് തുടങ്ങിയത്. പ്രത്യേകിച്ച് മൊയിൻ അലി 11 പന്തിൽ 19, അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ജോർജ് ബട്ട്ലർ 17 പന്തിൽ 26, അലക്സ് ഹെയിൽസ് 2 പന്തിൽ 1, ഫിലിപ്പ് സാൾട്ട് 9 പന്തിൽ 10, ഹാരി ബ്രൂക്ക് 23 പന്തിൽ 20 എന്ന നിലയിലായിരുന്നു പുറത്തായത്. പക്ഷേ ഓരോ സമയം കഴിയുമ്പോഴും ബെൻ സ്റ്റോക്സ് കൃത്യമായ ഒരു പ്രകടനം കാഴ്ചവെച്ചു. ആ ഒരു പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന് ഇപ്പോൾ വിജയം സമ്മാനിച്ചത്. അത് ഈ 138 റൺസ് വിജയലക്ഷ്യമായിരുന്നു ഇംഗ്ലണ്ടിന്റെ മുൻപ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇംഗ്ലണ്ടിന് വേണ്ടി സാം കറൻ 3 വിക്കറ്റുകൾ നേടുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ രണ്ടാമത്തെ കിരീടമാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ചൂടിയിരിക്കുന്നത്. 12 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ സാം കറൻ തന്നെയായിരിക്കും എന്തായാലും ബെൻ സ്റ്റോക്സിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു താരം. ആദിൽ റഷീദ് 22 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും നേടി. ക്രിസ് ജോർഡൻ 27 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റും നേടുകയും ചെയ്തു. പാകിസ്ഥാനായി ഷഹീൻ മസ്തൂദാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. 28 പന്തിൽ 38 റൺസും, ബാബർ അസം 28 പന്തിൽ 32, ഷഹദാബ് ഖാൻ 14 പന്തിൽ 20 നേടി. എന്തായാലും ബെൻ സ്റ്റോക്സിന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനം തന്നെയാണ് രണ്ടാമത്തെ കിരീടം ഇംഗ്ലണ്ടിനായി ഇപ്പോൾ നേടിക്കൊടുത്തത്. 49 പന്തിലാണ് ബെൻ സ്റ്റോക്സ് 52 റൺസ് എടുത്തത്. ജോസ് ബട്ട്ലർ 17 പന്തിൽ 29, ഹാരി ബ്രൂക്ക് 23 പന്തിൽ 20 എന്ന പ്രകടനം നടത്തി ബെൻ സ്റ്റോക്സിന് കരുത്ത് പകരുകയായിരുന്നു. എന്തായാലും ടോസ് നേടി ബോളിംഗ് കൊടുക്കുകയായിരുന്നു, ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇംഗ്ലണ്ട്. എന്തായാലും ആ ഒരു തീരുമാനം എന്തായാലും മത്സരത്തിലുടനീളം ഇംഗ്ലണ്ടിന് വലിയ ഒരു മേൽക്കൈ തന്നെ കൊടുത്തിരുന്നു. ആദ്യ ഓവറിൽ തന്നെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് 137 റൺസ് എന്ന ഒരു ചെറിയ ടോട്ടലിലേക്ക് പാകിസ്ഥാനെ എറിഞ്ഞൊതുക്കുകയായിരുന്നു ഇംഗ്ലണ്ട്. എന്തായാലും അതിനുശേഷമായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം ഉണ്ടായിരുന്നത്. എന്തായാലും ചേസ് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ഇംഗ്ലണ്ടിന് വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവസാനത്തെ 9 ബാറ്റർമാരും, ആദ്യം മുതൽ അവസാനം വരെയുള്ള 9 ബാറ്റർമാരും ഇംഗ്ലണ്ടിന് നല്ല രീതിയിൽ റൺസ് നേടിക്കൊടുക്കാൻ കഴിയുന്ന താരങ്ങൾ തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ കരുത്തും. അതുകൊണ്ട് തന്നെ ടോസ് നേടിയ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പാകിസ്ഥാനായി മികച്ച ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു പാകിസ്ഥാൻ ബോളർമാർ കാഴ്ചവെച്ചത്. ഹാരിസ് റൌഫ് 23 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടി. ഷഹീൻ അഫ്രീദി 13 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടുകയും ചെയ്തു. 15ാമത്തെ ഓവർ ഷഹീൻ അഫ്രീദി എറിയുന്ന സമയത്ത് ഷഹീൻ അഫ്രീദിക്ക് പരിക്ക് പറ്റുകയായിരുന്നു. അതായിരുന്നു ഒരു കളിയുടെ ഒരു വഴിത്തിരിവ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഫീൽഡിങ്ങിനിടെയായിരുന്നു ഷഹീൻ അഫ്രീദിക്ക് ഈ പരിക്ക് പറ്റിയത്. എന്തായാലും ഷഹീൻ അഫ്രീദി പിന്മാറിയതോടെയായിരുന്നു കളിയുടെ ഒരു ഗതി തന്നെ മാറിയത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കയ്യിലിരുന്ന കളി തന്നെയായിരുന്നു ഇംഗ്ലണ്ട് പിടിച്ചു വാങ്ങിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഷഹീൻ അഫ്രീദി പരിക്ക് പറ്റി പിന്മാറിയപ്പോൾ അടുത്ത് വന്ന ഓവറിൽ ഏകദേശം 11 റൺസോളം എടുത്ത് ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിനായി കളി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഷഹീൻ അഫ്രീദിയുടെ പരിക്ക് തന്നെയായിരുന്നു പാകിസ്ഥാന് വലിയ തോതിൽ ഒരു തലവേദനയും സൃഷ്ടിച്ചത്. ആ പരിക്കിലൂടെ ഷഹീൻ അഫ്രീദി
പിന്മാറിയപ്പോൾ, മത്സരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ഇംഗ്ലണ്ടിന് അവിടെ വലിയൊരു കരുത്തും ആ ഒരു കോൺഫിഡൻസും ഇംഗ്ലണ്ടിന് തിരികെ ലഭിക്കുകയും ചെയ്തു. ഒരു അറ്റത്തുകൂടി ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ബെൻ സ്റ്റോക്സ് അവിടെ ഉറച്ചു നിന്ന് റൺ റേറ്റ് ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ബെൻ സ്റ്റോക്സിന്റെ മിന്നും പ്രകടനം തന്നെയാണ് ഇംഗ്ലണ്ടിന് രണ്ടാം T20 കിരീടം ഇപ്പോൾ നേടിക്കൊടുത്തിരിക്കുന്നത്. അശ്വതി, നന്ദൻ, എടുത്തു പറയേണ്ട ഇംഗ്ലണ്ട് ഇപ്പോൾ കിരീടം ഉയർത്തിയിരിക്കുന്നു. എടുത്തു പറയേണ്ട ഈ ഫൈനലിലേക്ക് ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇംഗ്ലണ്ട് പാകിസ്ഥാൻ മത്സരം അതിനെ എത്രത്തോളം ആവേശത്തിലാണ് കാണികൾ കണ്ടത്? എടുത്തു പറയേണ്ട താരങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുത്തലുകളും ഒക്കെ എന്തൊക്കെയായിരുന്നു? തീർച്ചയായും എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെയായിരുന്നു നമ്മൾ ഏവരും സ്വപ്നം കണ്ടത്. പക്ഷേ ഇംഗ്ലണ്ടിനോട് 10 വിക്കറ്റിനായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടത്. വലിയ ഒരു നാണക്കേട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഇന്ത്യക്ക് ഈ ഒരു തോൽവി സമ്മാനിച്ച ജോസ് ബട്ട്ലർ തന്നെയായിരുന്നു ഈ ഇംഗ്ലണ്ടിന്റെ ഒരു ബാറ്റിംഗ് കരുത്ത് എന്ന് പറയാൻ. കാരണം ഈ കളികളിലും പാകിസ്ഥാനെതിരെയുമായുള്ള മത്സരത്തിലും കൃത്യമായ രീതിയിൽ ആദ്യത്തെ 6 ഓവറുകൾ പവർ പ്ലേയിൽ മികച്ച പ്രകടനം തന്നെയാണ് ജോസ് ബട്ട്ലർ പുറത്തെടുത്തത്. 17 പന്തിൽ 26 റൺസ് എടുത്ത് ജോസ് ബട്ട്ലർ പുറത്തായപ്പോൾ ഇംഗ്ലണ്ട് ചെറിയ തോതിൽ സമ്മർദ്ദത്തിലേക്ക് പോയിരുന്നുവെങ്കിലും ബെൻ സ്റ്റോക്സ് ഒരു അറ്റത്തു നിന്ന് റൺസ് നേടിക്കൊടുക്കുകയായിരുന്നു. ആ കരുത്ത് തന്നെയായിരുന്നു ടീമിന്റെയും വിജയത്തിലേക്ക് എത്തിച്ചത്. ജോസ് ബട്ട്ലർ 52 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ഈ ഒരു പ്രകടനം എന്തായാലും ബെൻ സ്റ്റോക്സിന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനമാക്കി എഴുതേണ്ടിയിരിക്കുന്നു. കാരണം ICC ടൂർണമെന്റുകളിലൊക്കെ തന്നെ ബെൻ സ്റ്റോക്സ് എന്നും ഇംഗ്ലണ്ടിന്റെ ഒരു നട്ടല് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലായാലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലായാലും അതോടൊപ്പം തന്നെ മറ്റ് ICC ടൂർണമെന്റുകളിലൊക്കെ തന്നെ മികച്ച പ്രകടനം ബെൻ സ്റ്റോക്സ് എന്നും ഇംഗ്ലണ്ടിന് നേടിക്കൊടുത്തിരുന്നു. ആ ഒരു പ്രകടനം തന്നെയാണ് ബെൻ സ്റ്റോക്സ് ഈ ഒരു മത്സരത്തിലും കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ഒരു സമയത്ത് പാകിസ്ഥാൻ ജയിക്കും എന്ന ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു. അത്ര മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു. 145 വേഗത്തിൽ വരെ കൺസിസ്റ്റന്റ് ആയിട്ട് എറിയാൻ കഴിയുന്ന പാകിസ്ഥാൻ ബോളിംഗ് നിരയെ വലിയ കോൺഫിഡൻസോടെ തന്നെയായിരുന്നു ബെൻ സ്റ്റോക്സ് പിടിച്ചു നിന്നത്. ആ കരുത്തിൽ തന്നെയാണ് ഇംഗ്ലണ്ട് രണ്ടാം കിരീടം നേടിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്യുഗ്രൻ പ്രകടനം ഒന്നും ഒരു താരത്തിൽ നിന്നും പ്രതീക്ഷിച്ചില്ല എങ്കിലും പക്ഷേ പാകിസ്ഥാന് വേണ്ടി ഷഹീൻ അഫ്രീദി മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഈ പരിക്കായിരുന്നു ഷഹീൻ അഫ്രീദിയുടെ ഈ ഒരു ബോളിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്തത്. അദ്ദേഹത്തിന് രണ്ടാം ഓവർ എറിയുന്ന സമയത്തായിരുന്നു പരിക്ക് പറ്റിയത്. അങ്ങനെ 16ാമത്തെ ഓവറിൽ അദ്ദേഹം തിരിച്ച് പവലിയനിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എന്തായാലും ആ ഒരു വഴിത്തിരിവ് ഇംഗ്ലണ്ട് മുതലാക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഷഹീൻ അഫ്രീദിയുടെ അഭാവം അത് ടീമിന് എപ്പോഴും വലിയ ഒരു തിരിച്ചടി കൊടുത്തിരുന്നു. റൌഫ് അടക്കമുള്ള മറ്റ് പാകിസ്ഥാൻ ബോളിംഗ് താരങ്ങൾ ഉണ്ടെങ്കിലും ഷഹീൻ അഫ്രീദിയെയാണ് എപ്പോഴും പാകിസ്ഥാൻ ആശ്രയിച്ചിരുന്നത്. ആ ഒരു ഷഹീൻ അഫ്രീദി പിന്മാറിയപ്പോൾ അത് ഇംഗ്ലണ്ടിന് വലിയ ഒരു മേൽക്കൈ കൊടുത്തു. ആ കോൺഫിഡൻസിലായിരുന്നു ബെൻ സ്റ്റോക്സ് കളിയുടെ ഗതി തന്നെ മാറ്റിവിട്ടത്. എന്തായാലും ഇംഗ്ലണ്ടിന് ഇപ്പോൾ രണ്ടാം T20 ലോകകപ്പ് കിരീടം ഇപ്പോൾ ബെൻ സ്റ്റോക്സും അതോടൊപ്പം തന്നെ സാം കറന്റെയും അടക്കമുള്ള മികച്ച പ്രകടനത്തിൽ ഇപ്പോൾ കിരീടം അണിഞ്ഞിരിക്കുകയാണ്. അതെ, നമുക്കറിയാം ഒരു മാറ്റവും ഇല്ലാതെയായിരുന്നു ഇരു ടീമുകളും ഫൈനലിലേക്ക് ഇറങ്ങിയത്. താരങ്ങളുടെ പ്രകടനം അതേത് രീതിയിലായിരുന്നു? ഇംഗ്ലണ്ടിന്റെ താരങ്ങളുടെ പ്രകടനത്തെ കുറിച്ച് കൂടി പറയാം. തീർച്ചയായും ആ കിരീടത്തിനോട് അടുത്ത് നിൽക്കുമ്പോഴും ഇംഗ്ലണ്ട് ഒരു തരത്തിലുള്ള ഒരു മാറ്റങ്ങളും ടീമിനില്ലാതെയായിരുന്നു ഇറങ്ങിയത്. പ്രത്യേകിച്ച് ഇന്ത്യ ആയിട്ടുള്ള മത്സരം നമുക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബെൻ സ്റ്റോക്സും അതോടൊപ്പം തന്നെ സാം കറനും ബോളിംഗ് നിരയിൽ അടക്കം മറ്റു താരങ്ങളൊക്കെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇംഗ്ലണ്ടിന് മികച്ച ഒരു റിസൾട്ട് നേടിക്കൊടുത്തിരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഷഹീൻ അഫ്രീദിയുടെയൊക്കെ പിന്മാറ്റം വന്നപ്പോൾ അത് ബെൻ സ്റ്റോക്സ് ആ ഒരു അവസരം മുതലെടുത്ത് തന്നെ മികച്ച രീതിയിൽ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സാം കറന്റെയും, പ്രത്യേകിച്ച് സാം കറനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഓൾറൗണ്ടർ തന്നെയായിരുന്നു. IPL അടക്കം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ബിഗ് ബാഷിലും കളിച്ച് പരിചയസമ്പന്നനായ സാം കറൻ ഇംഗ്ലണ്ടിനായി മികച്ച ഓൾറൗണ്ടർ പ്രകടനം തന്നെയായിരുന്നു ടൂർണമെന്റിലുടനീളം ഇംഗ്ലണ്ടിന് സമ്മാനിക്കുകയും ചെയ്തത്. മാർക്ക് വുഡ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച ഒരു ബോളർമാരായി ഇപ്പോൾ കണക്കാക്കാൻ കഴിയുന്ന ഒരു താരമാണ് മാർക്ക് വുഡ്. പക്ഷേ മാർക്ക് വുഡ് പരിക്കേറ്റ് പുറത്തായപ്പോൾ ഇംഗ്ലണ്ടിന് വലിയ ഒരു തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ക്രിസ് വോക്സ് അടക്കമുള്ള ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് നിര ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഈ ഒരു റൺസ് ഒരുപാട് വിട്ടുകൊടുക്കുന്ന തരത്തിലേക്ക് പോയിരുന്നില്ല. അത് ഇന്ത്യയോട് കൂടി സെമി ഫൈനൽ കളിച്ചപ്പോഴും ഈ ഒരു ഫൈനൽ കളിച്ചപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി ഇംഗ്ലണ്ട് താരങ്ങൾ നിലനിർത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കൃത്യമായ ഒരു ലൈനപ്പ് തന്നെയായിരുന്നു
തന്നെയായിരുന്നു ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഇന്ത്യയോട് ഇറക്കിയത്. ജയിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇംഗ്ലണ്ട് ആദ്യമേ മുതൽ കാണിച്ചു തുടങ്ങിയതും. പ്രത്യേകിച്ച് ബാറ്റിങ്ങിലൊക്കെ തന്നെ ജോസ് ബട്ട്ലർ വന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ സ്കോറിംഗ് ഉയർത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. 10 വിക്കറ്റിനായിരുന്നു ഇന്ത്യയെ തകർത്ത് ഫൈനലിലേക്ക് ഇംഗ്ലണ്ട് കുതിച്ചെത്തിയത്. ആ സമയത്തും ഇംഗ്ലണ്ട് യാതൊരു തരത്തിലുള്ള ഒരു സമ്മർദ്ദമോ ഒന്നുമില്ലാതെ തന്നെയായിരുന്നു പാകിസ്ഥാനെ നേരിട്ട് തുടങ്ങിയത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ ബാറ്റിംഗിൽ അയച്ചപ്പോൾ മുതൽ തന്നെ ഓരോ ഇടവേളകളിലും കൃത്യമായ രീതിയിൽ വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. സാം കറന്റെ പ്രകടനം ഞാൻ എടുത്തു പറഞ്ഞതുപോലെ 12 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 3 വിക്കറ്റുകൾ നേടിയത്. പ്രത്യേകിച്ച് ഒരു ലോകകപ്പ് ഫൈനലിൽ ഇത്ര മികച്ച ഒരു പ്രകടനം സാം കറന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇംഗ്ലണ്ടിന് വലിയ തോതിൽ ഒരു കരുത്ത് പകരുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് സ്പിന്നർ ആദിൽ റഷീദിന്റെയും പ്രകടനം. പ്രത്യേകിച്ച് വിക്കറ്റുകൾ ഓരോ സമയത്ത് വീണുകൊണ്ടിരുന്നപ്പോൾ അവിടെ റൺസ് ഉയർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്നില്ല. അത്ര മികച്ച പ്രകടനം, ഒരു ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു ഇംഗ്ലണ്ട് ആദ്യ ഘട്ടത്തിൽ പുറത്തെടുക്കുകയും ചെയ്തത്. അതേപോലെ തന്നെയായിരുന്നു ബാറ്റ്സ്മാൻമാരും ടീമിനായി കളിച്ചത്. ജോസ് ബട്ട്ലർ ഒക്കെ തന്നെ ആദ്യം ആദ്യത്തെ പവർ പ്ലേയിൽ നല്ല ഒരു തുടക്കം സമ്മാനിച്ചുവെങ്കിലും അതിനുശേഷം പാകിസ്ഥാൻ ബോളിംഗ് നിരയോട് ചെറിയ തോതിൽ ഒരു പരാജയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പ്രത്യേകിച്ച് 15ാം ഓവർ വരെ നല്ല രീതിയിലൊരു സമ്മർദ്ദത്തിലൂടെയായിരുന്നു ഇംഗ്ലണ്ട് കടന്നുപോയത്. ഷഹീൻ അഫ്രീദിയുടെ പിന്മാറ്റം അത് കൃത്യമായ രീതിയിൽ ബെൻ സ്റ്റോക്സ് മുതലെടുത്ത് തന്നെയായിരുന്നു ഈ ഒരു കിരീടം ഇപ്പോൾ ഇംഗ്ലണ്ടിന് സമ്മാനിച്ചിരിക്കുന്നത്. 2020 ലോകകപ്പ് കിരീടം ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നു. ഫൈനൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. നന്ദകുമാറാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.